എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇളനീർ പുഡിംഗ് ആയിട്ടാണ്. ഇളനീർ പുഡിംഗ് അഥവാ ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. ഗസ്റ്റ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും സെർവ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ് ഇങ്ങനെ ഒരു പുഡിംഗ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ജെലറ്റിൻ വെച്ചിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്, അഗർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് അല്ലാന്നുണ്ടെങ്കിൽ അഗർ അല്ലെങ്കിൽ ജെലറ്റിൻ വേണം. ഞാനിവിടെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ കവറിൻ്റെ ബാക്കിലുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഈ പാക്കറ്റിൻ്റെ ബാക്കിലുള്ള ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിരുന്നത് 2 ടീസ്പൂൺ അഗർ എടുത്തിട്ട് അതിൽ ഡബിൾ വെള്ളം വെച്ചിട്ട് ഒന്ന് കുതിർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും വെള്ളം പോരായിരുന്നു. അപ്പോൾ ഞാൻ 2 ടീസ്പൂണിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം വെച്ചു. അതിനുശേഷം ഇത് ചൂടാക്കിയെടുത്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൽ പറഞ്ഞ കറക്റ്റ് അളവിലല്ല ഇത് വർക്കായത്. അപ്പോൾ നിങ്ങളുടെ പാക്കറ്റിൻ്റെ പുറകിലുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് അതേ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാക്കി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാടങ്ങ് തിളയ്ക്കണ്ട. നല്ലൊരു ബോയിലിംഗ് പോയിൻറ്റിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് ഇളനീരാണ്, അതായത് ടെൻഡർ കോക്കനട്ട്. അപ്പോൾ ഞാനിവിടെ പാക്കറ്റിൽ കിട്ടുന്ന ഫ്രോസൺ ടെൻഡർ കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള കരിക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ 2 കപ്പാണ് നമുക്ക് വേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു തായ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ടെൻഡർ കോക്കനട്ടാണ്. 2 കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. തേങ്ങാവെള്ളവും ഞാനിവിടെ വാങ്ങിക്കാൻ കിട്ടിയതാണ്. ഇവിടെ കിട്ടുന്ന തേങ്ങ അത്ര ഫ്രഷ് അല്ല. അതുകൊണ്ട് ഞാനെപ്പോഴും ഇതുപോലെ ക്യാനിലാണ് തേങ്ങാപ്പാലും അതുപോലെ തേങ്ങാവെള്ളമൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല തണുപ്പായതുകൊണ്ട് കുറച്ച് ഓയിലി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വന്നില്ല. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു കരിക്കിൻ്റെ പോലെ അങ്ങ് ഫൈനായിട്ട് ഇത് അരയുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് അരച്ച് തന്നെ എടുക്കണം നല്ലതായിട്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തിളപ്പിക്കാത്ത പാലാണ്. ഈ പാല് നമുക്കിനി ഒന്ന് ചൂടാക്കി എടുക്കണം. പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. 1/2 കപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ പുഡിങ്ങിൽ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. മിൽക്ക് മെയ്ഡും കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനി നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലൊരു വാനില ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില ഷുഗർ ചേർക്കുന്നുണ്ട്. വാനില ഷുഗറിന് പകരം നിങ്ങൾക്ക് വാനില എസൻസും ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരം ഞാനൊരു 1/2 കപ്പും കൂടെ വീണ്ടും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം, അതാണ്. ഇനി ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാട് കൂടരുത്, എന്നാൽ ഉപ്പ് ചേർക്കുകയും വേണം കുറച്ച്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിള വരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അഗറിൻ്റെ സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ഒരു പാലും അഗറിൻ്റെ മിക്സും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന കരിക്കിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരുന്ന രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിനി പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. അപ്പോൾ തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടിയായി പോവും. അപ്പോൾ പുഡിംഗ് ട്രേ ഉള്ളവർ ഇതുപോലെ ട്രേ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കിയൊരു പുഡിങ്ങാണ്. അപ്പം എടുത്ത് സെർവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ കുഞ്ഞ് പാത്രങ്ങളിലും കൂടി ഇത് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. നോർമൽ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് തണുക്കാനായിട്ട് വെക്കണം. അപ്പോഴാണ് ഇത് സെറ്റായിട്ട് കിട്ടുന്നത്. നമ്മൾ ചൈന ഗ്രാസും ജലറ്റിനും ഒന്നുമില്ലാത്ത പുഡിങ്സിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. സൈഡൊന്ന് കറക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പുഡിങ്ങാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്